എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് പ്രസിഡന്റ് ട്രംപ് 15% ആഗോള ടാരിഫ് പ്രഖ്യാപിച്ചു. അഫ്ഗാൻ അതിർത്തിയിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. ശക്തമായി പ്രതികരിക്കുമെന്ന് അഫ്ഗാനിസ്ഥാൻ അറിയിച്ചു. പേർഷ്യൻ ഗൾഫിൽ US സൈനിക സന്നാഹം വർദ്ധിപ്പിക്കുന്നതിനിടയിൽ ടെഹ്റാനിൽ വൻതോതിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിലെ അമേരിക്കൻ അംബാസഡറായ മൈക്ക് ഹക്കബിയുടെ ഗ്രേറ്റർ ഇസ്രയേൽ പരാമർശങ്ങൾക്കെതിരെ അറബ് ലോകത്തു നിന്നും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധം ഉയരുകയാണ്. ടക്കർ കാൾസണുമായുള്ള അഭിമുഖത്തിനിടെ ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേലിന് നൈൽ നദി മുതൽ യൂഫ്രട്ടിസ് നദി വരെ, അതായത് മധ്യേഷ്യയുടെ വലിയൊരു ഭാഗം അവകാശമുണ്ടെന്ന വാദത്തോട് അദ്ദേഹം പ്രതികരിച്ചു. ഇസ്രയേൽ ഈ പ്രദേശം മുഴുവൻ പിടിച്ചെടുത്താലും അതിൽ തെറ്റില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പിന്നീട് ഇതൊരു അതിശയോക്തി കലർന്ന പ്രസ്താവന മാത്രമാണെന്ന് പറഞ്ഞ് അദ്ദേഹം തിരുത്തിയെങ്കിലും പ്രതിഷേധം തടുപ്പിക്കാനായില്ല. സൗദി അറേബ്യ, UAE, ജോർഡൻ, ഈജിപ്റ്റ് തുടങ്ങി 14ഓളം രാജ്യങ്ങളും OIC, അറബ് ലീഗ് തുടങ്ങിയ സംഘടനകളും സംയുക്തമായി ഈ പ്രസ്താവനയെ അപലപിച്ചു. ഹക്കബിയുടെ വാക്കുകൾ അങ്ങേയറ്റം പ്രകോപനപരവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് അവർ ആരോപിച്ചു. മേഖലയിലെ സമാധാന ശ്രമങ്ങളെയും പലസ്തീൻ പ്രശ്നത്തിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തെയും ഇത് തകർക്കുമെന്നും ജോർഡനും സൗദി അറേബ്യയും മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയുടെ ദേശീയ സുരക്ഷയെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ UAE ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തഹ്നൂൻ ബിൻ സായിദിന് സുദീർഘവും വിശദവുമായ കത്തയച്ചതായാണ് റിപ്പോർട്ട്. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ പാരാമിലിറ്ററി വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് UAE നൽകുന്ന പിന്തുണ സൗദിക്ക് ഇനി സഹിക്കാനാവില്ലെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. ഈ പിന്തുണ യുദ്ധം നീണ്ടു നിൽക്കാൻ കാരണമാകുന്നുവെന്നും സൗദി വിശ്വസിക്കുന്നു. യമനെ സൗദി അറേബ്യയുടെ പ്രത്യേക സ്വാധീന മേഖലയായിട്ടാണ് റിയാദ് കാണുന്നത്. സൗദിയുടെ അനുമതിയില്ലാതെ സതേൺ ട്രാൻസിഷണൽ കൗൺസിലിന് അഥവാ STC UAE സൈനിക സഹായം നൽകുന്നത് ഒരു റെഡ് ലൈൻ ആയി സൗദി കണക്കാക്കുന്നു. യമനിലെ തങ്ങളുടെ സൈനിക ഇടപെടൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് MBS കത്തിൽ ന്യായീകരിക്കുന്നുണ്ട്. ഈ തർക്കങ്ങൾ പരിഹരിക്കാനായി തൻ്റെ സഹോദരനും സൗദി പ്രതിരോധ മന്ത്രിയുമായ ഖാലിദ് ബിൻ സൽമാൻ വഴി മധ്യസ്ഥ ചർച്ചകൾ നടത്താൻ MBS നിർദ്ദേശിച്ചു. അമേരിക്കൻ അധികൃതർക്കും ഈ കത്തിൻ്റെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഭിന്നത പരസ്യമായി സമ്മതിക്കുകയും പരിഹരിക്കാൻ തനിക്ക് കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു.